പിന്നെ എന്റെ ചോദ്യം എന്ന് പറയുന്നത് 1930 ജനിച്ച ഒരാൾ, ഇപ്പോൾ 2025 ഏകദേശം അദ്ദേഹത്തിന് ഒരു 95 വയസ്സായിട്ടുണ്ടാവും. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോവാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോയപ്പോൾ അദ്ദേഹം ഇപ്പം അങ്ങനെ നോക്കുമ്പോൾ സുന്നി മുജാഹിദിന്റെ ഇടയിൽ നബിദിനാഘോഷത്തിൽ ഭയങ്കര തർക്കം ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അദ്ദേഹം 1930 ജനിച്ച ആളാട്ടോ. അങ്ങനെ അദ്ദേഹം ഈ പണ്ടത്തെ അൽമനാറൊക്കെ അദ്ദേഹം അങ്ങനെ വായിച്ചിനി. അങ്ങനെ 1950 അൽമനാർ വായിച്ചപ്പം അതിൽ നബിദിനം ആഘോഷിക്കണം എന്ന് അദ്ദേഹം കണ്ടു. അതേപോലെ തന്നെ ന്യൂ അൻസാരി വിശേഷാൽ പ്രതി എന്നുള്ളൊരു പുസ്തകം മുജാഹിദ് 1955 നവംബറിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അബ്ദുൽ മൗലവിയാണ് എന്ത് ചെയ്തത് അതിൽ ലേഖനം എഴുതിയത്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട് എന്താണ് ഈ ആവേശത്തിന് കാരണം. അതായത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് പറയാണ് എന്താണ് ഈ ആവേശത്തിന് കാരണം. അത് മറ്റൊന്നുമല്ല, അവരുടെ മതപ്രവാചകൻ, അതെ പ്രവാചക പരമ്പരയിലെ അന്ത്യപ്രവാചകൻ ഭൂജാതരായിട്ടുള്ളത് ആ മാസത്തിലാണ്. മനുഷ്യവംശത്തിന് സന്മാർഗം കാണിച്ച് കൊടുക്കാനായി ഒരു സത്യദീനോട് കൂടി വന്നിട്ടുള്ള ലോകാനുഗ്രഹിയുടെ അനുയായികളാണല്ലോ മുസ്ലിങ്ങൾ. അപ്പോൾ ആ മഹാനുഭാവന്റെ ജന്നത്തിൽ അവർ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് തന്നെയാണ് എന്ന് ന്യൂ അൻസാരി വിശേഷാൽ പ്രതിയിൽ എം അബ്ദുള്ള കുട്ടി മൗലവി എഴുതി വെക്കാണ്. പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞ അൽമനാറിൽ നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ 1950 ലോകാനുഗ്രഹിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമായ ഈ റബീഉൽ അവ്വൽ 12 ഉദയഗിരി മുതൽ അസ്തമയഗിരി വരെയുള്ള മുസ്ലിങ്ങൾ ആഹ്ലാദം കൊള്ളുകയും ആ വന്ധ്യ മഹാനുഭാവന്റെ സച്ചരിതങ്ങളെ പുരസ്കരിച്ച സ്തുതി കീർത്തനം ചെയ്യുകയും ചെയ്യുന്നു. തങ്ങളുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആ ലോകൈക മാർഗദർശിയുടെ നേരെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഭക്തി ബഹുമാനാദരങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. അതെന്താണ് സ്വാഭാവികമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അവസാനം പറയേണ്ടത് ഈ പുണ്യദിനം സ്മരിക്കുകയായി പ്രസ്തുത ദിനത്തിൽ ഭൂജാതനായ ആ മഹാൻ ലോകത്തിന് എന്തൊരു സന്ദേശമാണോ നൽകിയത് അതിനെ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ കൃത്യമായി മറ്റെന്താണ് അന്ന് മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അവന്റെ ചോദ്യം പറയുന്നത് എത്ര കൃത്യമായിട്ടാണ് അവരെ രേഖകൾ വായിക്കുന്നത്. 2 രേഖകളാണ് വായിച്ചത്, 2 അല്ല 10 അല്ല 20 അല്ല, ഡസക്കണക്കിന് രേഖകൾ പഴയ കാലത്ത് മുജാഹിദുകൾ നബിദിനം ആഘോഷിച്ചതിന് രേഖയായി നമുക്ക് മുന്നിൽ വെക്കാനുണ്ട്. ഈ രേഖകളൊക്കെ കാണിക്കുന്നത് എന്താണെന്നറിയോ? ഈ ഉമ്മത്തിൽ അവർ നടത്തിയ തട്ടിപ്പാണ്. മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം ചൂഷണം ചെയ്യാനും ബിദ്അത്ത് പ്രചരിപ്പിക്കാനും വേണ്ടി വക്കം മൗലവിയുടെ നേതൃത്വത്തിൽ തട്ടിക്കൂട്ടിയുണ്ടാക്കിയ ഐക്യസംഘം എന്ന കേരളത്തിന്റെ മണ്ണിൽ അനൈക്യത്തിന്റെ വിത്ത് പാകാൻ വേണ്ടി പരിശുദ്ധമായ ദീനിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സ്വയം നിർമ്മിതമായി ഉണ്ടാക്കിയെടുത്ത ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ഇബ്നു തൈമിയ്യയുടെയും ആശയങ്ങളെ പ്രചരിപ്പിക്കാനും ഈജിപ്ഷ്യൻ വഹാബി യുക്തിവാദത്തെ കേരളത്തിന്റെ മണ്ണിൽ നട്ടുവളർത്താനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഈ മുക്കൂട്ടു മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പാരമ്പര്യമായി സുന്നി ആചാരങ്ങൾ സ്വീകരിച്ച് മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ പാരമ്പര്യവും പൈതൃകവും നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന സമൂഹത്തെ വഞ്ചിക്കണമെങ്കിൽ അവർക്കിടയിൽ മൗലിദിനെതിരെ പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വിരോധം ആദ്യഘട്ടത്തിൽ തന്നെ കാണിച്ചാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതിന്റെ പേരിൽ ആ സമൂഹത്തിൽ പിടിച്ചു കയറാനുള്ള തന്ത്രമായി, അതിന്റെ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. ഇവർക്ക് നബിദിനത്തിനോടുള്ള സ്നേഹത്തിന്റെ പേരിലൊന്നുമല്ല, ഇവർ മതത്തെ പൊളിക്കാൻ വേണ്ടി വന്നവരാണ്. അതുകൊണ്ട് ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിലോ ആദരവിന്റെ പേരിലോ മഹബത്തിന്റെ പേരിലോ ഒന്നുമല്ല. ഈ സമൂഹത്തിൽ അവരുടെ അപകടകരമായ ആശയങ്ങൾ ചെലവഴിക്കപ്പെടണമെങ്കിൽ സമൂഹം ബഹുമാനിക്കുന്ന ചില ചടങ്ങുകൾക്ക് കൂടെ നിന്നെങ്കിലേ അത് സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിവിന്റെ ഭാഗമായി വഞ്ചനാപരമായി നബിദിനാഘോഷം നടത്തിയിട്ടുണ്ട് ഫൈസൽ മൗലവി. ഇത് നിഷേധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ഉരുണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല. രേഖകൾ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വെക്കും, രേഖകൾ സംസാരിക്കും. കഴിഞ്ഞ കാല ചരിത്രത്തെ അട്ടിമറിക്കാൻ വേണ്ടി നിങ്ങൾ എത്ര മുഖാമുഖം നടത്തിയാലും അതൊന്നും നിങ്ങൾക്ക് പരിഹാരമല്ല. നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ സമൂഹം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവരുടെ ഒരു വഞ്ചനയുടെ ഭാഗമായിരുന്നു ഇത് എന്നാണ്. അതിലുള്ള 2 രേഖയാണ്, പ്രധാനപ്പെട്ട 2 രേഖയാണ് അദ്ദേഹം എടുത്തു മുന്നിൽ വെച്ചത്. ഈ 2 രേഖയെ കുറിച്ച് ഫൈസൽ മൗലവിക്കൊന്നും പറയാലോ, ഇതിനെയും പരാമർശിക്കല്ല. ഭയങ്കര സമർത്ഥനാണ് ഇദ്ദേഹം. ചോദ്യത്തിൽ നിന്ന് എങ്ങനെ ഊരിമാറാം എന്നുള്ളതിന്റെ എല്ലാവിധ സൈക്കോളജിയും പഠിച്ച ഒരു പ്രത്യേക കലാകാരനാണ് ഫൈസൽ മൗലവി എന്നുള്ളത്. അതുകൊണ്ട് ഒരു ചോദ്യം നേർക്ക് വരുമ്പോ ആ ചോദ്യം തന്റെ നെഞ്ചത്തേക്കാണ് കടന്നു വരുന്നതെങ്കിൽ അവിടെയും അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഊരി മാറാനുള്ള ഒരു തന്ത്രമുണ്ട്. ആ ഒരു കഴിവ് ഞാൻ അദ്ദേഹത്തിന് വകവെച്ചു കൊടുക്കുന്നുണ്ട്. ഉള്ള കഴിവായിട്ട് തന്നെ കാണണം. തട്ടിപ്പിനാണെങ്കിലും കക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ വണ്ടിച്ചോറിന് നല്ല കഴിവുണ്ട് പറഞ്ഞുകൊണ്ട് വണ്ടിച്ചോറ് മഹാനാവില്ലല്ലോ. ഇങ്ങനത്തെ പല കഴിവുകളും കുസൃതികളും ഒക്കെ പലരുടെയും അടുക്കലുണ്ടാവും. അങ്ങനത്തെ ഒരു വികൃതമായ ഒരു മനുഷ്യനുണ്ടാകാൻ പാടില്ലാത്ത കഴിവ് ഇയാൾക്കുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഇയാൾ ആ സംഭവത്തെ പരാമർശിക്കാതെ തന്റെ തൊള്ളപ്പുട്ടിലൂടെ അത് മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കണം. ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഈ 95 വയസ്സാളികൾ ചിന്തിക്കാണ് എന്നായിരിക്കും മുജാഹിദ് പ്രസ്ഥാനം ഈ നബിദിന ആഘോഷത്തെ എതിർത്തിട്ടുണ്ടാവുക. അദ്ദേഹം ആദ്യമൊക്കെ പുസ്തകമൊക്കെ വായിച്ചപ്പോഴേ അതിലൊക്കെ നബിദിന ആഘോഷത്തെ അനുകൂലിച്ച് ലേഖനം എഴുതിയ ആളുകളെ ഇപ്പൊ എന്താണ് നബിദിന ആഘോഷത്തെ എതിർക്കാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1959 വരെ മുജാഹിദീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നബിദിന ആഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. 1959 വരെ ചോദ്യകർത്താവ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിന് അനുകൂലിച്ചിട്ടുണ്ടെന്നാണ്. അതിനപ്പുറത്തേക്കും അനുകൂലിച്ചാണ്. ഇന്നും അവരുടെ കൂട്ടത്തിൽ നെട്ടാനൊന്നുമില്ല, മുജാഹിദുകളുടെ കൂട്ടത്തിൽ, സാക്ഷാൽ മുജാഹിദീങ്ങളുടെ കൂട്ടത്തിൽ നബിദിന ആഘോഷിക്കേണ്ടതാണ്, അതിന്
അതിനൊന്നും എതിർക്കപ്പെടേണ്ട, അതിന് ചെലവഴിക്കുന്ന ഊർജം വൃഥാവിലാണ് എന്ന് പറയുന്ന വഹാബികൾ ഇന്നുണ്ട്. ശരിക്കും അങ്ങ് കഴിയോ? ഇല്ല. നിങ്ങൾക്ക് അണികളെ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ റബീഉൽ അവ്വൽ മാസമായി കഴിഞ്ഞാൽ ഈ ഒരു കൊട്ടും പാട്ടും കുരവിയായിട്ട് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങിയെങ്കിലേ നിങ്ങൾ ഈ പ്രസ്ഥാനം നിലനിൽക്കുകയുള്ളൂ. നിങ്ങളെ വയറ്റ് പശപ്പ് മാറ്റാനുള്ള ഒരു മാർഗമായിട്ട് ഇത് കാണാനും കഴിയുള്ളൂ. നിങ്ങൾക്കിതിങ്ങനെ ജീവിതമാർഗമായിട്ട് കൊണ്ടുപോകണം എന്നല്ലാതെ ഇന്നും 1959 ശേഷവും നിങ്ങളെ കൂട്ടത്തിൽ വക്കം മൗലവി നബിദിനാഘോഷിച്ചത് കൊണ്ട്, EK മൗലവി നബിദിനാഘോഷത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് അത് ആഘോഷിക്കപ്പെടേണ്ടതാണ്, അതിനെ എതിർക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് പറയുന്നവർ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. എതിർക്കാൻ ആണായി പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരും. ജിന്നു മുജാഹിദിന് അത്ര വലിയ ത്രാണി ഉണ്ടെങ്കിൽ ഒന്നാണ് പറയും. ജീവള്ള രേഖകൾ കൊണ്ടുവരും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക്. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ 95 വയസ്സാളികൾ ചിന്തിക്കാണ്, എന്നായിരിക്കും മുജാഹിദ് പ്രസ്ഥാനം ഈ നബിദിന ആഘോഷത്തെ എതിർത്തിട്ടുണ്ടാവുക? അദ്ദേഹം ആദ്യമൊക്കെ പുസ്തകമൊക്കെ വായിച്ചപ്പോഴേ അതിലൊക്കെ നബിദിന ആഘോഷത്തെ അനുകൂലിച്ച് ലേഖനം എഴുതിയ ആളുകളെ ഇപ്പൊ എന്താണ് നബിദിന ആഘോഷത്തെ എതിർക്കാണ്? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1959 വരെ മുജാഹിദികൾ എന്ത് ചെയ്തിട്ടുണ്ട്? നബിദിന ആഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. എന്ന് മുതലാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ നബിദിന ആഘോഷത്തെ എതിർത്തത്? എത്ര വലിയ രസാവഹമായിട്ടാണ് അദ്ദേഹം ചോദിച്ചത്. 1930കളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നബിദിനാഘോഷം കണ്ട് പഠിച്ച് വളർന്നൊരു മനുഷ്യൻ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെങ്കിൽ, EK മൗലവി നേതൃത്വം കൊടുത്ത മൗലിദ് സദസ്സിൽ പങ്കെടുത്തൊരു മനുഷ്യൻ, അത് വക്കം മൗലവിയുടെ നബിദിനാഘോഷത്തിൽ പങ്കെടുത്തൊരു മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഫൈസൽ മൗലവിനൊക്കെ ചാണകത്തില് കുറ്റിച്ചൂല് മുക്കിയിട്ട് അടിക്കൂലേ? അല്ല, സാമാന്യ ആളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മാന്യമായ പെരുമാറ്റാധികാരം. കുറ്റിച്ചൂല് ചാണകത്തിന് മുക്കിയിട്ട് അടിക്കും ഫൈസൽ മൗലവിനെ. ഞങ്ങളല്ല, നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകൾ. കാരണം അത്രയും വലിയ നബിദിനാഘോഷം നിങ്ങൾ നടത്തിയത് നിങ്ങളെ ഇഖ്ലാസിന്റെ പേരിലല്ല, സമൂഹത്തിൽ നിങ്ങൾ സതുദ്ദേശപരമായിട്ടല്ല, സമൂഹത്തെ വഞ്ചിക്കാനായിരുന്നു. ഈ സമൂഹത്തിൽ പിടിച്ചു കയറി നിങ്ങളുടെ വിഷം കുത്തിവെക്കാനായിരുന്നു. പക്ഷെ ആ രേഖകൾ എത്ര നിങ്ങൾ മൂടിവെക്കാൻ ശ്രമിച്ചാലും അതിങ്ങനെ മുഴച്ചു നിൽക്കും. എതിർത്തത് അത് വിദഗ്ധാണെന്ന് ആ നിലക്ക് തന്നെ എന്നാണ് വിദഗ്ധാണെന്നുള്ള നമ്മൾ പറഞ്ഞത് അന്ന് മുതൽ എതിർക്കുന്നുണ്ട്. ഒരു എന്നോവർ മറുപടി എന്ന് മുതലാണ് നബിദിനാഘോഷത്തെ മുജാഹിദുകൾ എതിർക്കാൻ തുടങ്ങിയത് എന്നുള്ള അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. 1930കളിൽ ഈ ഒരു രീതി കണ്ട് ശീലിച്ചു പോകുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ചിന്തിക്കൂലേ? അയാൾ മനുഷ്യനല്ലേ? അയാൾ വഹാബി ആണെങ്കിലും 2 കാലുമ്പോൾ നടക്കണ വെളുത്ത അരി തിന്നണ മനുഷ്യനാണല്ലോ. അയാൾക്ക് മെമ്മറി ഉണ്ടല്ലോ. ചിന്തിക്കൂലേ അയാള്? ഞാൻ EK മൗലവിന്റെ മൗലിദിന് കൂടിയിട്ടുണ്ട്, വക്കം മൗലവിന്റെ മൗലിദിന് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ കാലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ മൗലിദ് നടത്തിയിട്ടുണ്ട്, നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നേർച്ചകൾ വരെ മൗലിദിന്റെ പേരിൽ സ്വീകരിച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പിട്ടടിച്ച് പോന്ന ഒരു കൗമിന്റെ ഒരു അനുയായിയായ ഞാൻ എങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറിയതെന്ന് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി ചിന്തിച്ചാൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുമോ എന്നുള്ള ചോദ്യം, ആ ചോദ്യം ന്യായമായ ചോദ്യമാണ്. എന്ന് മുതലാണ് മുജാഹിദ് പ്രസ്ഥാനം പിന്നീട് ചുവടുമാറ്റിയത്, നബിദിനാഘോഷത്തിൽ ഒരു പുതിയ നിലപാടിലേക്ക് പോയത് എന്നൊരു വ്യക്തി നിങ്ങളെ കൂട്ടത്തിൽ തലക്കോളുള്ളവന്, തലക്ക് വല്ല വെളിച്ചോള്ളവന്, അന്തള്ളവന്, അക്കാലഘട്ടത്തെ വായിച്ചെടുത്തവൻ ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള മറുപടി എന്താന്ന് ചോദിച്ചപ്പോ മൗലവിന്റെ 100 മറുപടി. എന്താ മറുപടി? അത് എന്ന് മുതൽ ഞങ്ങൾ എതിർക്കാൻ തുടങ്ങിയോ? അന്ന് മുതൽ തന്നെ. എന്താണ് ഇതിനൊക്കെ പറയാ? ഞങ്ങളെന്ന് എതിർക്കാൻ തുടങ്ങിയോ? അന്ന് മുതലാണ് ഇത് മതായത്. ക്രിസ്ത്യാനികൾ അവരുടെ സുന്നഹദോസുകൾ ചേർന്നിട്ട് അവരുടെ മതത്തിൽ പരിഷ്കരണങ്ങൾ വരുത്താറുണ്ട്. ഓരോ സുന്നഹദോസ് നടക്കുമ്പോൾ മതം പരിഷ്കരിക്കപ്പെടുകയാണ്. മതത്തിന്റെ ആശയങ്ങൾ പലതും വെട്ടിച്ചുരുക്കി, പലതും മതത്തിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് തൽസ്ഥാനത്ത് മതത്തിന്റെ പേരിൽ സൃഷ്ടിച്ചുകൊണ്ട്, മതത്തിന്റെ പേരിൽ സ്ഥാപിച്ചുകൊണ്ട് അത് മതമായി അവതരിപ്പിക്കുന്നവരായി നമ്മൾ കണ്ടിട്ടുള്ളത് പാതിരിമാരെയാണ്, അവരുടെ സുന്നഹദോസുകളിലാണ്. എന്നാൽ അതേ ശൈലി കടമെടുത്തുകൊണ്ട് നാണമില്ലാതെ മതമാണ് ഇവർ പറയുന്നത് എന്ന് ചിന്തിച്ച് തെറ്റിദ്ധരിച്ചൊരു സമൂഹത്തിന്റെ മുന്നിൽ ഒരു ഉളുപ്പില്ലാതെ പറയാ ഞങ്ങൾ എന്ന് മുതൽ എതിർത്തോ അന്ന് മുതലാണ് അത് പ്രാബല്യത്തിലായത്, അത് നിലവിൽ വന്നത്. ഇതൊക്കെ കേട്ടിട്ട് സ്വന്തം നേതാക്കന്മാരെ മുന്നിൽ തല പണയം വെക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ജിന്നു മുജാഹിദിന്റെ അടിമകളെ, നിങ്ങളുടെ ഗതികേടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ മൗലവിമാർക്ക് മുന്നിലുള്ള അടിമത്വം ഒന്ന് മാറ്റിവെക്ക്. രേഖകൾ ഞങ്ങൾ വായിച്ചു തരാം. നിങ്ങളെ മൗലവിമാരോട് ചോദിക്കും, നിങ്ങൾ ഈ രേഖകൾ ശരിയാണോ എന്ന് ചോദിക്ക്. ഒരിക്കലും തന്നെ നബിദിനാഘോഷത്തെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ എതിർത്തിട്ടില്ല. മൗലിദിൽ ചില സംഭവങ്ങളൊക്കെ കെട്ടുകഥയാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പറയാനാ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുള്ളത്. മാലനെ എതിർക്കാനും മൗലിദിനെ എതിർക്കാനും ഇസ്തിഗാസയെ എതിർക്കാനും ഒക്കെ അത് നിങ്ങൾ ചെയ്യും. പക്ഷേ നല്ല രീതിയിൽ നല്ല ചരിത്രങ്ങൾ പറഞ്ഞ് മീലാദ് ആഘോഷം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ജിന്നു മുജാഹിദ് അടക്കമുള്ള കേരളത്തിലുള്ള 8ഉം 10ഉം 18ഉമായി കിടക്കുന്ന സകല മുജാഹിദിനെ ഞങ്ങൾ വെല്ലുവിളിക്കാണ്. EK മൗലവിന്റെ നിലപാട് സ്വീകരിച്ച് നല്ല റിവായത്തോടുകൂടെ നിങ്ങളെ മതപ്രകാരം കേട്ടോ, നിങ്ങൾക്ക് മുത്തക്കിയായിട്ട് ബോധ്യപ്പെട്ട നല്ല സനദിലുള്ള ആളുകളെ വെച്ചിട്ട് നല്ല റിവായത്തിലൂടെയുള്ള സംഭവം
സംഭവങ്ങൾ കിട്ടുമല്ലോ. ഒരു മൗലിദ് ക്രോഡീകരിച്ച് ചെല്ലങ്ങൾക്ക് ത്രാണിണ്ടോന്നാ ചോദിക്കാനുള്ളത്. ആ രേഖകളാണ്, അതാണ് ഫൈസൽ മൗലവി എടുത്ത് വായിച്ചത്. നിങ്ങളുടെ നേതാക്കന്മാർ നല്ല റിവായത്തുകൾ അംഗീകരിച്ചത്, അവിടെയാണ് ചോദ്യം പ്രസക്താവുന്നത്. ആ നല്ല റിവായത്തുകൾ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ തന്നെ നിങ്ങൾ ഏൽപ്പിച്ചോളൂ. നിങ്ങൾ പല ഭയങ്കര കൈവുള്ള ആളുകളുണ്ടല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ. ഫൈസൽ മൗലവിനെ പോലത്തെ റിവായത്തും സനതൊക്കെ തിരിഞ്ഞ ആളുകളുണ്ടല്ലോ. ഒന്ന് ഉണ്ടാകട്ടെ മൗലിദ്, എന്നിട്ടൊന്ന് നടത്തി നിങ്ങൾ. അല്ല എങ്കിൽ നിങ്ങളെ നേതാക്കന്മാർ എന്തിന്റെ പേരിലായിരുന്നു ഈ നബിദിനാഘോഷം നടത്തിയത് എന്നതിന് മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥർ തന്നെയാണ്. അതായത് 95 വയസ്സായ ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ ചിന്തിക്കണ്ടാവില്ലേ, എന്റെ പണ്ട് കാലത്തിലെ മുജാഹിദ് നേതാക്കളൊക്കെ നബിദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ച ആളുകളെ ഇനി ഇപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഒരു നബിദിന ആഘോഷത്തെ എതിർക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ 1959 വരെ അദ്ദേഹം കാണുന്നത് എന്താണ്? നബിദിന ആഘോഷത്തെ അനുകൂലിക്കുന്നത് ആയിട്ടുള്ള ലേഖനങ്ങളാണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ എന്ന് മുതലാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതായത് 1926 സമസ്ത വന്നത് എന്നൊക്കെ നേരത്തെ പറഞ്ഞു. അപ്പൊ അതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? മുജാഹിദ് പ്രസ്ഥാനം, അതായത് അൽമനാർ എന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ അൽമനാറിൽ അടക്കി നബിദിന ആഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഡേറ്റ് പറഞ്ഞാൽ മതി, എന്ന് മുതലാണ്. 1959 വരെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് വായിച്ചിട്ടുണ്ട്. അപ്പൊ എന്ന് മുതലാണ് മുജാഹിദ് പ്രസ്ഥാനം നബിദിന ആഘോഷത്തെ എതിർത്തിട്ടുള്ളത് എന്നുള്ളതാണ് അറിയേണ്ടത്. കൃത്യമായ ചോദ്യം. ഫൈസൽ മൗലവി അതിനെ തൊടാൻ പോണില്ല. ഫൈസൽ മൗലവി മറുപടി പറയുന്നു പറഞ്ഞത് ഇതിനെ കോട്ടി മാട്ടാനുള്ള വല്ലാതെ കഴിവുള്ള സ്പെഷ്യലിസ്റ്റ് ഫൈസൽ മൗലവി തന്നെയാണ്. അയാൾക്ക് അവിടെ നിന്നിട്ടാണ് കാലുറക്കണില്ലേ, നിങ്ങൾ കാണില്ലേ, നിന്നുകാണ്ടൊന്ന് കാലുറച്ച് നിന്നുകാണ്ട് മറുപടി പറയാൻ അയാളെ കൊണ്ട് കഴിയണില്ല. അയാളിങ്ങനെ നിൽക്കുകയാണ്. പറഞ്ഞു നോക്കുന്നുണ്ട്, ഞങ്ങൾ എന്ന് മുതൽ എതിർത്തു അന്ന് മുതൽ മതയിക്കണം എന്നൊക്കെ പറയുമ്പോഴും അണികളെ നോട്ടം കണ്ടിട്ട് അയാൾക്കൊരു പേടിയുണ്ട്. സ്റ്റേജും വന്ന് ഇറങ്ങിയ നല്ലേൽക്കാണ്ട് കാർ കയറി പോകാൻ കഴിയൂല, കൗമ പിടിച്ച് വിചാരണ ചെയ്യും. അതുകൊണ്ട് ഫൈസൽ മൗലവിയാണ് ഇത് കോട്ടിമാട്ട ഏറ്റവും നല്ലത്. അതുകൊണ്ട് ആ സ്പെഷ്യലിസ്റ്റിനെ തന്നെ അവിടെ വിളിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. 1930 ജനിച്ച ഒരാൾക്ക് ഏതായാലും സംശയം ഉണ്ടാവില്ല. 95 വയസ്സായ മുജാഹിദീങ്ങൾ ആവേശപൂർവ്വം അന്നും ഇന്നും എതിർക്കും നബിദിനാഘോഷത്തിന്. അന്നും ഇന്നും ആവേശത്തോടെ എതിർത്തിട്ടില്ല. അന്ന് നിങ്ങൾ വളരെ ആവേശത്തോടു കൂടെ നബിദിനാഘോഷം നടത്തിയിട്ടുണ്ട്. അതിന്റെ സാപ്പാട് നല്ലോണം തട്ടിക്കാണ്ട് വയറ് മുണ്ടപ്പെട്ടിയാക്കുകയും ചെയ്തിക്കണ്. അതിൻ്റെതായ നേർച്ചകൾ സ്വീകരിച്ചും ചെയ്തിക്കണ്. അതിന്റെ സദ്യകളൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തി ചെയ്തിക്കണ്. ഇന്നാണ് നിങ്ങൾക്ക് അത് ശിർക്കായി മാറിയത്. കാരണം നിങ്ങൾക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞേ പറ്റുള്ളൂ. അല്ല ഈ പ്രസ്ഥാനം പിരിച്ചുകൊണ്ട് വരും, ആക്രിക്കടിയിലും കൂടി എടുക്കൂല മുജാഹിദ് പ്രസ്ഥാനത്തെ. 30-ലും 35 എഴുതിയത് 2025 കട്ട് വായിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടാവുന്നത് ഒന്നും കട്ട് വായിച്ചിട്ടില്ല. നിങ്ങളെ നേതാക്കന്മാർ കെട്ടുകഥകളല്ലാത്ത നിങ്ങളെ മതപ്രകാരം നല്ല റിവായത്തോടുകൂടെ സനതോടുകൂടെ സ്ഥിരപ്പെട്ട മൗലിദോദാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മാസത്തിന് പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മാസത്തിൽ പ്രത്യേകമായി സമൂഹത്തെ സജ്ജരാക്കാൻ വേണ്ടി സമൂഹത്തെ സജ്ജരാക്കുന്നു എന്ന അഡ്രസ്സോടുകൂടെ തന്നെ നിങ്ങൾ ലേഖനം എഴുതിക്കണേ. ആണാണെങ്കിൽ നിഷേധിക്ക്, അതൊക്കെ ചെയ്യേണ്ടത്. സമൂഹത്തെ പരിശുദ്ധമായ നബിദിനം ആചരിക്കാൻ വേണ്ടി സജ്ജരാക്കാൻ വേണ്ടി ലേഖനം എഴുതിയ ആളുകളാണ് നിങ്ങളെ നേതാക്കന്മാര്. നിഷേധമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ നേതാക്കന്മാർക്ക് ആകെ എതിർപ്പുണ്ടായത് എവിടെ? മൗലിദുകളിൽ ചില കെട്ടുകഥകളുണ്ട്. അത് പറയാൻ ഞങ്ങൾ സംഘടന ഉണ്ടാക്കിയത്. നിങ്ങൾ പറയും മൗലിദുകൾ, മങ്കൂസ് മൗലിദിൽ കെട്ടുകഥ ഉണ്ട്, പ്രസഞ്ചി മൗലിദിൽ കെട്ടുകഥ ഉണ്ട്. മൗലിദ് പാടില്ല എന്നല്ല പറഞ്ഞത്. അതിന്റെ പേരിൽ നിങ്ങൾ മൗലിദാഘോഷം നിർത്തിവെച്ചിട്ടില്ല, മൗലിദ് ആഘോഷിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് നല്ല റിവായത്തോടുകൂടെ സ്ഥിരപ്പെട്ട സംഭവങ്ങൾ കണ്ടെത്താനുള്ള വല്ലാതെ കഴിവുള്ള ഫൈസൽ മൗലവിനെ പോലത്തെ ഹദീസിലൊക്കെ വലിയ പാണ്ഡിത്യമുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ. അവരൊന്നടി ഇരിക്കട്ടെ. ഇ കെ മൗലവിയുടെയും വക്കം മൗലവിയുടെയും ഒക്കെ പഴയ ചര്യം ഹയാത്താക്കട്ടെ. അതിന് നിങ്ങൾക്ക് കഴിയോന്നാ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ആ നേതാക്കന്മാരെ അണികളാണെന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അല്ലെങ്കിൽ ആ നേതൃത്വത്തെ തള്ളിക്കളി. ആ നേതാക്കന്മാർ ചെയ്ത് ശരിയല്ല. തള്ളാങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഈ മുഖാമുഖത്തിൽ പലയിടത്തും. ഇപ്പൊ ഞങ്ങൾ ആര് തെറ്റ് ചെയ്താലും തെറ്റന്നെയാണ്, സാക്ഷാൽ ഞാൻ പറഞ്ഞാലും തെറ്റന്നെയാണ്. നിങ്ങളെ അണികൾ എവിടുന്ന മതം സ്വീകരിക്കുക? എന്ത് വിശ്വാസമാണ് നിങ്ങളെ കുറിച്ച് വെച്ചു പുലർത്താൻ കഴിയുക? എല്ലാം വായിച്ചരാം, എല്ലാ സാധനവും ഒക്കെ വായിച്ചരാം. സ്വസ്ഥമായി ഇരുന്നാൽ മതി. ഒന്നും വായിക്കാൻ പോണില്ല. ഇദ്ദേഹം ഇവിടെ പരാമർശിച്ച 2 രേഖകളും തന്ത്രപൂർവ്വം മാറ്റിവെച്ചിട്ട് അദ്ദേഹം അൽ മുർഷിദിലേക്ക് ചാടുകയാണ്. ഈ 2 രേഖകളെ കുറിച്ച് ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ 100 കണക്കിന് രേഖകളുണ്ട്. ഇനി അൽ മുർഷിദിക്ക് ചാടിയാൽ തന്നെ അവിടെ രക്ഷയില്ല. കാരണം അൽ മുർഷിദിലും അൽ ഇർഷാദിലും ഒക്കെ നബിദിനാഘോഷത്തിന് പ്രാധാന്യമുണ്ടെന്നും ആ മാസത്തിനും ആ ദിവസത്തിനും പവിത്രത ഉണ്ടെന്നും പഠിപ്പിച്ചതാണ്. നിങ്ങളെ നേതാക്കന്മാർക്ക് ആകെ വിയോജിപ്പുണ്ടായത് മൗലിദിലുള്ള എല്ലാ സംഭവങ്ങളും ഞങ്ങൾ അംഗീകരിക്കൂല എന്നുള്ളതാണ്. നിങ്ങൾ മാറ്റിവെച്ചെളിന്ന്. എന്നിട്ട് നിങ്ങൾക്ക് മുത്തഫഖുൻ അലൈഹിയായ റിവായത്തുകൾ എടുക്കുകയും ഒന്ന് മൗലിദ് ഒന്ന് നന്നാവി. ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മദ്ഹുന്നർ ചൊല്ലി ഞങ്ങൾ നന്നായിക്കോളൂ. നിങ്ങൾക്ക് സ്വീകാര്യമായ മൗലിദ് ഒന്നും ഉണ്ടാക്കിയാണെന്ന് ചൊല്ലി. അതല്ല, നിങ്ങളുടെ മൗലവിമാർ മൗലിദിന്റെ അടിസ്ഥാനത്തെ തന്നെ എതിർത്തു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തേ ത്രാണി വരാതെ പോയത്? അതിന് കഴിയൂല എന്നുള്ളതുകൊണ്ടല്ലേ മൗലവി? 1930 അങ്ങനെ എഴുതി, 35 അങ്ങനെ എഴുതി, 50 അങ്ങനെ എഴുതി, എന്നിട്ട് ഓരോരുത്തർ വാട്സപ്പിൽ അയക്കും ഓരോ കഷ്ണങ്ങൾ. അതിങ്ങനെ കൊണ്ടെടുക്കാതെ വായിക്കുന്നത് വാട്സപ്പിൽ അയക്കണ കഷ്ണമൊന്നുമല്ല. ആ ഉടായ്പൊക്കെ പെരിയിൽ വെച്ചോളി.
നിങ്ങൾക്ക് അങ്ങനത്തെ ചില ഉടായ്പകളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ചപ്പടി വിദ്യകളുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് കഴിച്ചിലാണ് പരിപാടി നിങ്ങളെടുത്ത്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയേ? നിങ്ങളെ രേഖയൊക്കെ നിങ്ങളെ കയ്യിലേ ഉള്ളൂ. നിങ്ങൾ അൽ മുർഷിദ്, നിങ്ങളെ കയ്യിലില്ലാത്ത അൽ മുർഷിദിന്റെ കോപ്പികൾ വേണമെങ്കിൽ ഞാൻ തരാം. ആണാണെങ്കിൽ വാ, ഞാൻ വെല്ലുവിളിക്കുക. ഒരു വാട്സപ്പിൽ ഏതെങ്കിലും ഒരു പേജ് കിട്ടിയിട്ട് അതിന് അഡ്രസ് ഇല്ലാതെ എന്തെങ്കിലും വായിച്ചിട്ടല്ല ഞങ്ങളിതൊന്നും പറയുന്നത്. നിങ്ങളെ മുഴുവൻ രേഖകളും അൽ മുർഷിദിന്റെ നിങ്ങൾ വായിക്കുന്ന ആ ഭാഗം മുഴുവനും അതിന്റെ ഒറിജിനൽ കോപ്പിന്റെ കയ്യിലുണ്ട്. ഒറിജിനൽ കോപ്പി സുന്നി പണ്ഡിതന്മാരുടെ കയ്യിൽ അത് സൂക്ഷിപ്പുണ്ട്. അവിടെ വാട്സപ്പിൽ ഏതോ ഒരു പേജ് കിട്ടിയത് കൊണ്ട് ചാടുകയാണ്, തുള്ളുകയാണ്. ആ പരിപാടിയൊക്കെ അവിടെ വെച്ചത്. നിങ്ങൾ അല്ലിർസാദ് ഉണ്ടല്ലോ, ആ അല്ലിർസാദിന്റെ 1920കളിൽ നിങ്ങൾ ഐക്യസംഘത്തിന്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയിരുന്ന ഈ അല്ലിർസാദിന്റെ പൂർണ്ണമായ കോപ്പി വേണമെങ്കിൽ ഇതിന്റെ ഒറിജിനൽ കോപ്പി ഞങ്ങളെ കയ്യിൽ സൂക്ഷിപ്പുണ്ട്. വേണമെങ്കിൽ വന്നോളി, ഞങ്ങളുടെ തരാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തരാം. വായിച്ച് നന്നാവി. നിങ്ങൾ വാട്സപ്പിൽ കിട്ടുന്ന ഏതെങ്കിലും പേജ് വായിച്ചിട്ടല്ല ഞങ്ങൾ കാര്യം പറയുന്നത്. വായിച്ച് നന്നാവണം. നിങ്ങളെ നേതാക്കന്മാരെങ്കിലും പഠിച്ചിട്ട് നന്നാവണം. നിങ്ങളത് ഫോട്ടോ കോപ്പി എടുത്ത് തിരിച്ചു തന്നാൽ മതി. അതുകൊണ്ട് മുങ്ങരുത്. അപ്പൊ ഈ കാണിച്ച ഈ ഉടായ്പുണ്ടല്ലോ, ഇതുപോലത്തെ ഉടായ്പൊക്കെ അടുപ്പ് കൊണ്ടിട്ടുള്ളൂ. അതൊന്നും ഞങ്ങളെ മുന്നിൽ പറയണ്ട. 926 സമസ്ത ഉണ്ടാക്കിയപ്പോൾ 100-ാം വാർഷികം ആഘോഷിക്കുകയാണല്ലോ. 26 വരുന്ന സുന്നിയും ഇപ്പോഴത്തെ സുന്നിയും തമ്മിൽ എന്താ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ അറിയിച്ചു വെക്കാണ്. 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ നാട്ടിൽ സമൂഹത്തിനിടയിൽ ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കി. ഒരു കുടുംബത്തിൽ തന്നെ മതത്തിന്റെ പേരിലുള്ള കക്ഷിത്തങ്ങൾ ഉണ്ടാക്കി തമ്മിലടിക്കുന്ന സാഹചര്യത്തിന് വിത്തും വളവുമായി വക്കം മൗലവിയുടെ നേതൃത്വത്തിൽ കടന്നു വന്നപ്പോൾ പണ്ഡിതന്മാർ ജാഗരൂകരായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടനാ രൂപം അന്ന് രൂപീകരിച്ചുവെങ്കിൽ ആ രൂപീകരണ കാലയളവിനും അതിനു മുമ്പും എന്ത് നിലപാടായിരുന്നോ മുസ്ലിം സമൂഹം സ്വീകരിച്ചിരുന്നത്, ആ നിലപാടിൽ നിന്ന് ഒരു അണുവളവ് മുസ്ലിം ഉമ്മത്ത് വ്യതിചലിച്ചു എന്ന് തെളിയിക്കാൻ ഫൈസൽ മൗലവിക്ക് എന്നല്ല, ആണായി പറഞ്ഞ കേരളത്തിൽ വഹാബി മതം പ്രബോധനം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഗ്രൂപ്പ് വ്യത്യാസമില്ലാത്ത ഒരൊറ്റ മൗലവിക്കും കഴിയില്ല തെളിയിക്കാൻ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ച ആ സാഹചര്യത്തിൽ മുസ്ലിം ഉമ്മത്ത് മുറുകെ പിടിച്ചിരുന്ന പൈതൃകങ്ങൾ മുഴുവനും, അത് നബിദിനാവട്ടെ, ഇസ്തിഗാസയാവട്ടെ, തവസ്സുലാവട്ടെ, മഹാന്മാരോടുള്ള ആദരവാവട്ടെ, അതിൽ നിന്ന് ഒരു അണുവളവ് പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനവുമായി സമസ്തക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത സമൂഹം അതിൽ നിന്നൊരു അണുവളവ് വ്യതിചലിച്ചത് കാണിക്കാൻ കഴിയില്ല. ഈ ജാതി ഉടായ്പം പറഞ്ഞിട്ട് സമൂഹത്തിൽ പുകമറുണ്ടാക്കിയിട്ട് വേണം നിങ്ങളെ രേഖയിൽ നിങ്ങൾക്ക് ഊരാൻ. ആ പണി ഞാൻ പറഞ്ഞില്ലേ, അടുപ്പ് കൊണ്ടേട് വെക്കുക. വീട്ടിലുണ്ടാവും നല്ല അടുപ്പ്. പെണ്ണുങ്ങളോട് പറയാം ഒന്നാണ് മാറിക്കാൻ പറയാം അടുക്കളയിൽ നിന്ന്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആ അടുപ്പ് കൊന്നാട് പൂഴ്ത്താണ്ടെന്ന് പറയാം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ രേഖകളെ പ്രതിരോധിക്കുന്നതിൽ നിന്ന് മുങ്ങാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട.